ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഗൂഗിൾ മാപ്പിൽ നമുക്കൊരു സ്ഥലം ആഡ് ചെയ്യുക എന്നാണ്. നമ്മുടെ വീടും അതുപോലെ തന്നെ സ്ഥാപനങ്ങളൊക്കെ വളരെ സിമ്പിളായിക്കൊണ്ട് തന്നെ നമുക്ക് ഗൂഗിൾ മാപ്പിൽ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമുക്കറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ ഓൺലൈൻ പർച്ചേസിങ്ങിൻ്റെ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വീടുകളിലേക്കൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ വീട്ടിൻ്റെ അഡ്രസ്സൊക്കെ നമ്മൾ ഗൂഗിൾ മാപ്പിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്കൊക്കെ കറക്റ്റായിക്കൊണ്ട് നമുക്ക് സാധനങ്ങൾ എത്തുന്നതാണ്. അതുപോലെ സ്വന്തമായിട്ട് സ്ഥാപനങ്ങളൊക്കെ ഉള്ളവർക്ക് വളരെ സിമ്പിളായിക്കൊണ്ട് തന്നെ ഇതുപോലെ ഗൂഗിൾ മാപ്പിൽ നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. വളരെ ഈസിയാണ്. വീഡിയോ വളരെ യൂസ്ഫുള്ളാണ്. അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾ ഉറപ്പുവരുത്തുക. എങ്ങനെയാണ് ഗൂഗിൾ മാപ്പിൽ സ്ഥലങ്ങൾ ആഡ് ചെയ്ത് നോക്കിയാലോ? നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൂഗിൾ മാപ്പിൽ സ്ഥലങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ മാപ്പ് തന്നെയാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അതുവഴിയാണ് നമ്മൾ ഫോട്ടോസുകളും അതുപോലെ തന്നെ ലൊക്കേഷനൊക്കെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴെ ആയിക്കൊണ്ട് കോൺട്രിബ്യൂട്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെയായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുക. ഇവിടെ മുകളിലായിക്കൊണ്ട് നമുക്ക് ആഡ് പ്ലേസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ പുതിയ ഒരു പ്ലേസിനെ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് എങ്കിൽ നമുക്ക് ഇതുപോലെ നമുക്ക് ഈ ഫസ്റ്റ് കാണുന്ന ആഡ് പ്ലേസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരും. നമ്മൾ തുടങ്ങാൻ പോകുന്ന സ്ഥാപനത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെയോ ഒക്കെ അഡ്രസ്സ്, ആ ഒരു പേര് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സ്ഥാപനത്തിൻ്റെ പേരാണ് ഇവിടെ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ പേര് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ പ്ലേസൊക്കെ ആഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥാപനമായാലും വീടായാലും ഇതിൻ്റെയൊക്കെ ഒരു ഫോട്ടോ നിങ്ങൾ ആ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ ഒരു 4-5 ഫോട്ടോസുകൾ നിങ്ങൾ ആദ്യം എടുത്ത് നിങ്ങളുടെ ഫോണിൽ സേവ് ആക്കി വെക്കണം. അതിനുശേഷം വേണം നിങ്ങളിതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ പേര് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പേര് കൊടുത്തു കഴിഞ്ഞാൽ താഴെ ആയിക്കൊണ്ട് നമുക്ക് ഏത് കാറ്റഗറിയിൽപ്പെട്ട സംഭവമാണ് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കും. നമ്മൾ എന്ത് ചെയ്യാം, ഈ കാറ്റഗറി എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കാറ്റഗറി സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഞാനിവിടെ റെസ്റ്റോറൻ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. റെസ്റ്റോറൻ്റ് ആണ് ഇവിടെ ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അത് ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഏതൊരു സ്ഥാപനത്തിൻ്റെ ലൊക്കേഷനാണോ നിങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആ ഒരു സ്ഥലത്ത് പോയിക്കൊണ്ട് തന്നെ ഈ ഒരു ലൊക്കേഷൻ ആഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ വൃത്തി. അതാകുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ലൊക്കേഷൻ കാണാൻ വേണ്ടി സാധിക്കും. മറ്റൊരു സ്ഥലത്ത് ഇരുന്നു കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ക്ലിയർ ആവാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് ഭാഗത്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ പോയിക്കൊണ്ട് തന്നെ ലൊക്കേഷൻ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഈ ലൊക്കേഷൻ എന്ന ഈ ഒരു പോയിന്റിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് തന്നെ ആ ഒരു ലൊക്കേഷൻ സെലക്ട് ആവുന്നത് കാണാൻ വേണ്ടി സാധിക്കും. ഞാനിവിടെ ഒരു പോയിന്റിൽ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ടച്ച് ചെയ്തപ്പോൾ തന്നെ ആ ഒരു പ്ലേസ് വന്നു. ഇനി നമുക്ക് താഴെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുവഴിയും എഡിറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനതിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ആ ഒരു ലൊക്കേഷൻ തന്നെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തായിക്കൊണ്ട് ലൊക്കേഷൻ വിത്തിൻ എന്നാണ്, അതായത് നമുക്ക് അടുത്തുള്ള ഏതെങ്കിലും ഒരു ലൊക്കേഷൻ കൂടെ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ ചെയ്യുന്നതിൻ്റെ അടുത്തുള്ള ഒരു സ്ഥാപനത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു സംഭവം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഒരു മസ്ജിദാണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിന് താഴെ കൊണ്ട് ആഡ് മോർ ഡീറ്റെയിൽസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ നമുക്കിതിൽ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിവിടെ ഷോപ്പാണ് തുറക്കുന്നതെങ്കിൽ അത് തുറക്കുന്ന സമയവും അതുപോലെ തന്നെ ക്ലോസ് ചെയ്യുന്ന സമയങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഞാനിവിടെ താഴോട്ട് വന്നു. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത് നമ്മൾ ഓഫ് ഡേ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ ക്ലോസ് ആയി കിടക്കുന്ന സമയങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഞാനിവിടെ എപ്പോഴാണ് ഷോപ്പ് തുറക്കുന്നത് എന്ന് ഇവിടെ എഡിറ്റ് ചെയ്യുകയാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഷോപ്പ് ആയതുകൊണ്ടാണ് ഇതുപോലെ ടൈമൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ 7 മണിക്ക് എന്ന് കൊടുക്കുന്നുണ്ട്. 7 മണിക്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് 11 മണി വരെയാണ് ഈ ഷോപ്പ് ഉള്ളത്. ഓക്കെ, ഇനി ക്ലോസ് ചെയ്യുന്ന സമയം കൂടെ നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 11 മണി. അപ്പോൾ ഇത്രയും ചെയ്ത് ഞാനിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 11 മണി ആണ് ക്ലോസ് ചെയ്യുന്നത് ഷോപ്പ്. അപ്പോൾ നമ്മൾ ടൈം വേണമെന്നുണ്ടെങ്കിൽ ഷോപ്പാണെങ്കിൽ മാത്രം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റു കാര്യങ്ങൾ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി നമ്മൾ ചെയ്യേണ്ടത്, മുന്നേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഫോട്ടോസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ആ ഒരു ഫോട്ടോസ് നമ്മൾ എന്തായാലും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ആ ഒരു ലൊക്കേഷനിലുള്ള ഫോട്ടോസുകൾ ഗൂഗിൾ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് കറക്റ്റാണ് ആ പ്ലേസ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ആഡ് ഫോട്ടോ എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മളെ ഗാലറി ഓപ്പൺ ആയിട്ട് വരും. നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഫോട്ടോസുകൾ ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ്. ഞാനിവിടെ ഈ ഒരു ഫോട്ടോ, ഈ ഒരു 3 ഫോട്ടോ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ മുകളിൽ ഡണ്ണ് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കൊണ്ട് നമുക്ക് സേവ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു ഫോട്ടോ വന്നതായി കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമ്മൾ സബ്മിറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, നമ്മൾ ചെയ്തൊക്കെ ക്ലിയർ അല്ലെന്ന് നോക്കാം. അതിനുശേഷം നമ്മളിവിടെ താഴെ ആയിക്കൊണ്ട് സബ്മിറ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ കൊടുത്ത ഡീറ്റെയിലൊക്കെ ക്ലിയർ അല്ലേ എന്ന് ഒന്നുകൂടെ നോക്കാം. മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. വെബ്സൈറ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് സബ്മിറ്റ് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണ്.
അപ്പോൾ നമുക്ക് കുറച്ച് നേരം സെൻഡിങ് എന്ന് ഇതുപോലെ കാണിക്കും. അതിനുശേഷം നമുക്ക് ഗൂഗിൾ മാപ്പിൽ നമ്മളെ പോയിന്റുകളൊക്കെ അവിടെ കിട്ടുന്നത് കാണാൻ വേണ്ടി സാധിക്കും. ഇനി നമ്മൾ ചെയ്തത് ക്ലിയർ ആയിട്ടുണ്ടോ, ഗൂഗിൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രൊഫൈൽ ഐക്കൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യുവർ പ്രൊഫൈൽ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുന്നേ നമ്മൾ ആഡ് ചെയ്തതും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ഫോട്ടോസുകളൊക്കെ അവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഞാനിവിടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുന്നേ ആഡ് ചെയ്തതും അതുപോലെ ഇപ്പോൾ ആഡ് ചെയ്ത ഫോട്ടോസുകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ആഡ് ചെയ്ത ഫോട്ടോ നമുക്കിവിടെ മുന്നിൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കും. ഞാനത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് ഗൂഗിൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ, ഗൂഗിൾ മാപ്പ് അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കപ്പോൾ തന്നെ അതിലേക്ക് മെയിൽ വരും. അത് അക്സെപ്റ്റ് ചെയ്തതാണ് എങ്കിൽ നമുക്കപ്പോൾ തന്നെ മെയിൽ വരുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്കതിൻ്റെ മെയിൽ എത്തുന്നതാണ്. അപ്പോൾ എനിക്കിവിടെ മെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോൾ ആഡ് ചെയ്ത് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, കണ്ടില്ലേ, ഞാൻ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു TPM ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് അത് അവിടെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്കിതിൽ വല്ലതും എഡിറ്റ് ചെയ്യണമെങ്കിൽ, നമുക്കിതിൽ മാറ്റം വരുത്താനുണ്ട് എങ്കിൽ ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സജസ്റ്റ് അനദർ എഡിറ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്കിവിടെ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഞാനിവിടെ ഫോൺ നമ്പർ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഫോൺ നമ്പർ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സ്ഥാപനങ്ങളായതുകൊണ്ട് ഫോൺ നമ്പറൊക്കെ അത്യാവശ്യമാണല്ലോ. അപ്പോൾ ഞാനിവിടെ ഒരു ഫോൺ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു ഗൂഗിൾ മാപ്പിലൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കും. റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സബ്മിറ്റ് കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ പോയിൻ്റൊക്കെ കിട്ടുന്നത് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ബാക്കിലോട്ട് വരികയാണ്. നമ്മുടെ നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കത് അക്സെപ്റ്റ് ആയിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ള ആ സംഭവം ഇവിടെ അക്സെപ്റ്റ് ആയിട്ടുണ്ട്. ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു പ്ലേസ് ക്ലിയർ ആണ് എങ്കിൽ നമ്മൾ ജിമെയിലിലേക്ക് ഒരു മെയിൽ ഗൂഗിൾ മാപ്പ് നമുക്ക് അയച്ചു തരുന്നതാണ്. നമ്മൾ കറക്റ്റായിട്ട് അത് ലൊക്കേഷൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്നുള്ള ആ ഒരു മെയിൽ നമുക്ക് ഇമെയിൽ ആയിക്കൊണ്ട് തന്നെ വരുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ജിമെയിൽ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, കണ്ടില്ലേ, യുവർ ഗൂഗിൾ മാപ്പ് യുവർ പ്ലേസ് എഡിറ്റ് വാസ് അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ജിമെയിലിലേക്ക് മെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ്. അതുപോലെ നിങ്ങൾ ഇടുന്ന ലൊക്കേഷനൊക്കെ വളരെ പെർഫെക്റ്റ് ആണ് എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഗൂഗിൾ മാപ്പ് ആ ഒരു നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു വർക്ക് പെട്ടെന്ന് തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫാൾട്ട് ഉണ്ട് എങ്കിൽ മറ്റു ഫോട്ടോസുകളൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് എങ്കിൽ നമുക്ക് സമയം പിടിക്കും. അതങ്ങനെ പെൻഡിങ് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമുക്ക് മെയിൽ വരുന്നത്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇതുപോലെ ഫോട്ടോസൊക്കെ ആദ്യം എടുത്തു വെച്ചുകൊണ്ട് ഇതുപോലെ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ നിങ്ങളുടെ പ്ലേസുകൾ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ചെയ്തത് പെർഫെക്റ്റ് ആണ് എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഗൂഗിൾ അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മെയിൽ തരുന്നതാണ്. നമ്മളെ ലൊക്കേഷനൊക്കെ വളരെ കൃത്യമായി കൊണ്ട് തന്നെ ഇതുപോലെ ജിമെയിലേക്ക് അയച്ചു തരും. നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആണെന്നും അപ്പോൾ ഇതുപോലെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുള്ള മെയിലായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് ഈ ഒരു ജിമെയിലിൽ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ ഈ ഒരു മെയിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ ഡയറക്റ്റ് നമുക്ക് ഗൂഗിൾ മാപ്പിലേക്ക് പോയിക്കൊണ്ട് നമ്മളെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നതാണ്. കണ്ടില്ലേ, ഇനി നമുക്ക് കൂടുതൽ ഫോട്ടോസുകളൊക്കെ ഇതിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കും. പ്രത്യേകിച്ച് ഹോട്ടലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഫോട്ടോസുകളും അതുപോലെ തന്നെ കൂടുതൽ ഫുഡ് ഐറ്റംസുകളൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇത് ഹോട്ടൽ കച്ചവടം നടത്തുന്നവർക്ക് മാത്രമല്ല, നമ്മൾ വീടുകളിൽ ഇരുന്നു കൊണ്ട് പലരും പല വ്യവസായങ്ങളും ചെയ്യുന്നവരുണ്ട്. അവർക്കൊക്കെ ഇതുപോലെ ഗൂഗിൾ മാപ്പിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർ അത് സെർച്ച് ചെയ്ത് കണ്ടെത്തി നമ്മളെ വീട്ടിലേക്ക് വരും. അതുപോലെ തന്നെ നമ്മളെ കോൺടാക്റ്റ് നമ്പറുകൾ കൊടുത്തു കഴിഞ്ഞാൽ അതുവഴി അവർക്ക് കോൺടാക്റ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ ഗൂഗിൾ വഴിയും നമ്മളെ ബിസിനസ് കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇത് ഹോട്ടൽ ബിസിനസ് മാത്രമല്ല, മറ്റ് ബിസിനസ്സുകളൊക്കെ നമുക്ക് ഇതുപോലെ നമ്മളെ കോൺടാക്ട് നമ്പറും നമ്മളെ പ്രൊഡക്റ്റുകളൊക്കെ ഇതിലൂടെ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിലേക്കും എല്ലാവർക്കും ബൈ, സി യു.